കരുതലും കൈത്താങ്ങുമായി തൊടുപുഴ അദാലത്ത്. ഒട്ടേറെ കുടുംബങ്ങൾക്കാണ് അദാലത്തിലൂടെ സാന്ത്വനം ലഭിക്കേണ്ടായത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. കോഡ് ജംഗ്ഷൻ, നെടുങ്കണ്ടം. ജനങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും ജനങ്ങളുടെ സഹകരണവുമാണ് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അദാലത്തുകളുടെ വിജയമെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ തൊടുപുഴ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാതി പരിഹാര അദാലത്ത് ഇടുക്കി ജില്ലയിൽ പൂർണ്ണമാവുകയാണ്. 5 താലൂക്കുകളിലായി ഈ നടത്തിയ അദാലത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ജില്ലയിൽ ആകെ ലഭിച്ച അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ 1829 അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടു. അതിൽ 1035 അപേക്ഷകളിൽ മേൽ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിച്ചു. തുടർ നടപടികളിലായി 700-ലധികം അപേക്ഷകൾ തുടരുന്നുണ്ട്. അദാലത്ത് വേദിയിൽ പ്രശ്നം പരിഹരിച്ച് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത 76 കേസുകളുണ്ടായിരുന്നു. ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്കുകൾ ഇതിനു മുൻപേ അദാലത്തുകൾ പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് തൊടുപുഴ താലൂക്കിലെ അദാലത്തുകൾ കൂടി പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ ജില്ലയിലെ അദാലത്തുകൾക്ക് പൂർണ്ണ രൂപത്തിലെത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. തൊടുപുഴയിൽ ഇന്നെടുത്ത ആകെ അപേക്ഷകൾ 478 അപേക്ഷകളായിരുന്നു. അത് തീരുമാനം എടുത്ത അപേക്ഷകൾ 348 അപേക്ഷകളുണ്ട്. തൊടുപുഴയിൽ തുടർ നടപടികൾക്ക് വേണ്ടി 130 അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇന്ന് 20 ആനുകൂല്യങ്ങളുടെ വിതരണം ചെയ്യാനിടയായി. ഇന്നേ ദിവസം 90 അപേക്ഷകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം ലഭിച്ച അപേക്ഷകൾ 15 ദിവസത്തിനകം പ്രോസസ്സ് ചെയ്ത് പരാതി നൽകിയ ആൾക്കാർക്ക് അതിൻ്റെ തീരുമാനം അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ജില്ലയിലെ ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സംതൃപ്തിയാണുള്ളത്. മാത്രമല്ല, ഇതിനു മുൻപ് നടത്തിയ അദാലത്തുകളേക്കാൾ അപേക്ഷകൾ പൊതുവിൽ കുറവായിരുന്നു എന്നുള്ളത്, വ്യക്തിഗതമായി ഉണ്ടാകുന്ന അപേക്ഷകളുടെ എണ്ണം പോലും കുറഞ്ഞു വരുന്നു എന്നുള്ളതും തുടർന്ന് വരുന്ന നടപടികളിൽ ജനങ്ങൾക്ക് ആശാവഹമായി പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇനിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഭാഗമായി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും റിവ്യൂ നടത്തും. അങ്ങനെ പീരിയോഡിക്കലായി നമ്മുടെ ജില്ലയിലെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സൗഹാർദ്ദപരമായി തീർക്കാൻ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥ തലത്തിലും ജില്ലാ അഡ്മിനിസ്ട്രേഷനും നല്ല നിലയിൽ പ്രവർത്തിച്ചു. തുടർന്നും ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. ചില ബുദ്ധിമുട്ടുകൾ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ ചില പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഗണനാർഹകരമായ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അക്കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇന്ന് എൻ്റെ അടുത്ത് വന്നൊരു കാര്യം ഞാൻ നോക്കി. തീരെ കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ വെള്ളത്തിൻ്റെ കുടിശ്ശിക 30,000 രൂപയായിട്ടാണ് വന്നത്. അതിങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്ത് വന്നതാണ്. പക്ഷേ ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നി അതൊരു ബുദ്ധിമുട്ട് നേരിടുന്ന കാര്യമാണ്. തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കാത്ത ആളാണ്. അദ്ദേഹത്തോട് എത്തിച്ചു തന്നെ വലിയ കാര്യമായി. അതുകൊണ്ട് ആ 30,000 രൂപ എന്നുള്ളത് 10,000 രൂപയാക്കി കുറച്ചു. ആ 10,000 രൂപ 10 മാസം കൊണ്ട് അടച്ചാലും മതിയെന്ന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ നമുക്ക് കഴിയുന്നത്രയും കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി മാറ്റിയെടുക്കാൻ അദാലത്തുകളെ നമുക്ക് പ്രാപ്തരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയാത്തത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നല്ല സജീവമായി ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്നും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാകണം. ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ജില്ലയിൽ ഈ അദാലത്തുകൾ മുഖാന്തരം ലഭിച്ച ആനുകൂല്യങ്ങളും പ്രശ്നങ്ങളുടെ പരിഹാരവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹകരിച്ച എല്ലാവരോടും കൃത്യതയോടുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. വാസ്തവ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം 5 താലൂക്ക് തല അദാലത്തുകളിലും നമ്മുടെ ജില്ലയിൽ ജോയിൻ ചെയ്ത് ഈ ജില്ലയുടെ ചുമതലയും കൂടി ഞങ്ങൾക്ക് 2 പേർ കൂടിയായിരുന്നു. അദ്ദേഹം നല്ല നിലയിൽ വന്ന് സഹകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കാണിച്ച വലിയ താല്പര്യത്തെ നന്ദിയോട് ഓർക്കുന്നു. ജില്ലാ കളക്ടറും ADM, ഡെപ്യൂട്ടി കളക്ടറേറ്റ്സ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ, താഴെ തലമുറയുള്ള എല്ലാ തലത്തിലും പ്രവർത്തിച്ച് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ ഉദ്യോഗസ്ഥരോടും കൃത്യതയോടുകൂടിയുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് താലൂക്ക് തല അദാലത്തുകളുടെ ജില്ലാ തലത്തിലുള്ള
അവസാനത്തെ ദിവസമായി ഇന്ന് തൊടുപുഴയിൽ കൂടി പൂർത്തിയായതോടുകൂടി നമ്മുടെ ഈ അദാലത്ത് ഈ ജില്ലയിൽ പര്യവസാനം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. അദാലത്തിൽ ആകെ 478 അപേക്ഷകളാണ് ലഭിച്ചത്. 348 അപേക്ഷകളിൽ തീരുമാനമെടുക്കുകയും 130 അപേക്ഷകളിൽ 15 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. അദാലത്ത് വേദിയിൽ 20 പേർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ജില്ലയിലെ 5 താലൂക്ക് അദാലത്തുകളിലായി ആകെ 1829 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 1035 അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുകയും 794 അപേക്ഷകൾ നടപടികൾ തുടരുകയുമാണ്. ആകെ 76 പേർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. പരിപാടിയിൽ മന്ത്രി BN വാസവൻ അധ്യക്ഷത വഹിച്ചിരുന്നു. തൊടുപുഴ MLA PJ ജോസഫ്, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, സബ് കളക്ടർ അനൂപ് ഗാർഗ്, ADM ഷൈജു P ജേക്കബ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് ഇടുക്കി. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഹലോ, നീ എവിടെയാ? വൈകിട്ട് കുഞ്ഞിനെ കാണാൻ പോകേണ്ടതല്ലേ? ഗിഫ്റ്റ് മേടിച്ചോ? മോനെ ഈ വെള്ളം ഒന്ന് കുടിച്ചേ. വെള്ളം കുടിക്കും മോനെ. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Code Junction, Nedumkandam.